നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് നമ്മളൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ചില വെബ്സൈറ്റ്സൊക്കെ നമ്മൾ കയറി സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്ത് അതിൽ വളരെയധികം സ്പീഡ് അത് ലോഡായി വരാണ്ട് വളരെയധികം ടൈം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെ നമുക്ക് ടൈം കുറച്ച് അത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ വെബ്സൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൻ്റെ URL ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഞാനത് വെബ്സൈറ്റ് സ്പീഡ് ടെസ്റ്റ്.org എന്ന് പറയുന്നൊരു സൈറ്റിൽ നമ്മളത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആ URL പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ടെസ്റ്റ് സ്പീഡ് എന്നുള്ളതിന് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഈ ഒരു വെബ്സൈറ്റ് അതിൻ്റെ ലോഡ് ചെയ്ത് വരാനുള്ള ടൈം, അതിൻ്റെ പേജ് സൈസ്, അതിൻ്റെ റിക്വസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ലോഡ് ടൈം, അതുപോലെ പേജ് സൈസ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ റിക്വസ്റ്റ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ലോഡ് ടൈം എന്ന് പറയുന്നത് 10.7 seconds ആണ്. അതായത് വളരെയധികം കൂടുതലാണിത്. അതായത് ഒരു യൂസർ ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ടൈം എടുത്ത് വേണം ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആകാനായിട്ട്. ഓക്കെ, അപ്പോൾ അവർ സ്കിപ്പ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ സൈസ്, പേജിൻ്റെ സൈസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്താലുള്ളത്, അതായത് മാക്സിമം കുറച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു യൂസർ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ലോഡ് ടൈം ഒരുപാട് ആകുന്നത് കൊണ്ട് അവർ അതിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റീസണാണ് ഈ ഒരു ലോഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നതിനുള്ള നമുക്ക് SEOയിൽ അതൊക്കെ റാങ്ക് ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 10.7 ആണ് ഇപ്പോഴുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 10.7 നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട്, അതായത് പല റീസൺസ് ഉണ്ടാകും നമ്മുടെ വെബ്സൈറ്റ് ഒരുപാട് ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത്. മേ ബി അത് ചിലപ്പോൾ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടൈം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കണ്ടൻസ് എലമെൻ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ഡേറ്റകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡാണെങ്കിലും ടൈം എടുക്കും. ഇമേജിൻ്റെ സൈസ് ഒരുപാടായി കഴിഞ്ഞാൽ, അപ്പോൾ ഇമേജിൻ്റെ സൈസൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ നല്ലൊരു ഹോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരുപാട് ഹോസ്റ്റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ല ഹോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് CDN, കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക്. അതായത് CDN പോലെയുള്ള ഇത്, അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. അതായത് ഈ ഹോസ്റ്റിംഗ് എടുത്തിരിക്കുന്ന മറ്റൊരു ലൊക്കേഷനിൽ നിന്നും സെർച്ച് ചെയ്തിരുന്ന മറ്റൊരു ലൊക്കേഷനിൽ നിന്നും, അതായത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണെങ്കിൽ, അതായത് ഹോസ്റ്റിംഗ് എടുത്തിരിക്കുന്ന US-ൽ നിന്നും, അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന ആൾ ഇന്ത്യയിൽ നിന്നുമാണെങ്കിൽ ഹോസ്റ്റിംഗ് മറ്റൊരു കൺട്രിയിലും, ലൊക്കേഷൻ വരുന്നത് സെർച്ച് ചെയ്യുന്ന ആളുടെ ലൊക്കേഷൻ വരുന്നത് ഇന്ത്യയിലുമാണെങ്കിൽ അത് തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവിടെ ആ ഒരു ഡേറ്റ പാസ് ചെയ്ത് വരാനുള്ള ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ആ ഒരു ടൈം ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ബ്രൗസറിലേക്ക് ഈ ഒരു ഹോസ്റ്റിങ്ങിൽ നിന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് ശേഷം വേണം ഈ ഒരു യൂസർക്ക് ഈ ഒരു ഡേറ്റ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുന്നത് കൊണ്ടും ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വരാനുള്ള ടൈം ഒരുപാട് ആകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറയ്ക്കണമെന്നുണ്ട്. CDN പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേഡ്പ്രസിൻ്റെ വെബ്സൈറ്റാണ്. ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരുപാട് ഇമേജസ് ഉണ്ട്. അതായത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇവിടെ ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെന്നാലും വേറെ ഒരുപാട് ഇമേജസ്, ഓരോ സർവീസിൻ്റെയും ഓരോ പേജിൽ ഒക്കെ നമുക്ക് ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്താലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് കൂടത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഡ്പ്രസ് അഡ്മിൻ ഡാഷ്ബോർഡിൽ വരിക. ദെൻ പ്ലഗിൻസ് ക്ലിക്ക് ചെയ്യുക. പ്ലഗിൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക്
പുതിയ പ്ലഗിൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അവിടെ നമുക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ആഡ് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലഗിനാണ് WP ഒപ്റ്റിമൈസ്, അതായത് വേർഡ്പ്രസ് ഒപ്റ്റിമൈസ്. അതായത് വേർഡ്പ്രസ് വെബ്സൈറ്റിലെ കണ്ടൻസ് ഇമേജസ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ സ്പീഡ് സൈസ് കുറഞ്ഞ് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ WP ഒപ്റ്റിമൈസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. WP ഒപ്റ്റിമൈസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് പ്ലഗിൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യം കിടക്കുന്ന ആ ഒരു WP ഒപ്റ്റിമൈസ് ക്യാഷെ ക്ലീൻ കംപ്രസ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവിടെ നമുക്ക് അതിൻ്റെ റിവ്യൂസ്, അതുപോലെ എത്ര ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1 മില്യൺ പ്ലസ് ആക്റ്റീവ് ഇൻസ്റ്റാൾസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് 1+ മില്യൺ ആൾക്കാർ ഈ ഒരു പ്ലഗിൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു പ്ലഗിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മളിതെന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന് ഇൻസ്റ്റാൾ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഇൻസ്റ്റാളായി. ഇനി നമ്മളത് ആക്ടിവേറ്റ് ആക്കണം. അത് ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ WP ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലഗിൻ അത് ഇവിടെ ആക്റ്റീവായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞ് നമുക്കിവിടെ WP ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ ഇവിടെ കാണാൻ പറ്റും. ആ WP ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന പ്ലഗിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞ റീസൺസ് അറിയാലോ. അതായത് ചിലപ്പോൾ ഒരുപാട് ഡേറ്റകൾ, കണ്ടൻറ്റുകൾ ഒരുപാട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വരാനുള്ള ആ ഒരു ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നല്ല ഹോസ്റ്റിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ ഇമേജസിൻ്റെ സൈസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിന് ലോഡായി വരാനുള്ള ടൈം എടുക്കും. സോ അപ്പം അവിടെ എല്ലാം, പിന്നെ അതുപോലെ ക്യാഷ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഒരു ടൈം ഗ്യാപ്പ് വരുമ്പോഴത്തേന്, അതായത് ഹോസ്റ്റിങ്ങിൽ നിന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ യൂസർക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിങ്ങിൽ അത് വെബ് ബ്രൗസറിൽ വന്നു അതിന് ശേഷമാണ് ഈ ഒരു യൂസർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നമുക്ക് അവിടെ ഒരു എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളിവിടെ ഇമേജസ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്ത്, കാരണം നമ്മളിവിടെ ഇമേജസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇമേജസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് കംപ്രഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് മാക്സിമം കംപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അത് നമ്മൾ വേണം ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ ഇമേജസും നമുക്കിവിടെ കാണിച്ചു തരും. ഈ ഇമേജസ് ആണ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അതായത് ഈ ഇമേജസിൻ്റെ സൈസാണ് നമുക്ക് ഡിക്രീസ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സെലക്ട് ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ട് ഓളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പം കംപ്രസ് ദ സെലക്റ്റഡ് ഇമേജസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടായിട്ടുള്ള എല്ലാ ഇമേജസും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ദ സെലക്റ്റഡ് ഇമേജസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടൈം എടുക്കും. അതായത് എത്ര ഇമേജസ് ഉണ്ടോ ആ ഇമേജസിൻ്റെ സൈസിനെ അനുസരിച്ച് അതിൻ്റെ ഒരു ടൈം വരും. ആ ടൈം നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത്, അതായത് ഇമേജസ് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനുള്ള ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയി, ആ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആവും. സോ ഇവിടെ നമുക്ക് ഇമേജസ് സ്പെൻഡിങ് 186, അതായത് 186 156 ഇമേജസ് ഉണ്ട്. അതുപോലെ ഇമേജസ് കംപ്ലീറ്റ് ഒരെണ്ണം മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ സൈസ് സേവിങ്സ് കാണിക്കും, ആവറേജ് സേവിങ്സ് പെർ ഇമേജ് കാണിക്കും, അതുപോലെ ടൈം ഇവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇമേജ് കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇമേജ് കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാഷെ ഫയൽസ് ഒന്ന് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടൺ നമ്മൾ ഓണാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് ക്യാഷ് അത് നമുക്ക് എനേബിൾ ആവും.
സോ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് ഇമേജ് കംപ്ലീറ്റ് ഒപ്റ്റിമൈസ് ചെയ്തു, അതിൻ്റെ സൈസ് കുറച്ചു, പിന്നെ ക്യാഷെ ഫയൽസ് അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു. ഇനി 2 ഓപ്ഷൻസ്. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് സേവ് ചെയ്യാം. ഇനി നമുക്ക് വെബ്സൈറ്റ് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. സോ മുമ്പുള്ള നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് ലോഡ് ടൈം 10.7 സെക്കൻഡ്സ് എടുക്കുമായിരുന്നു. ഇനി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് ക്യാഷെ നമ്മൾ ഓൺ ആക്കി കൊടുത്തതിന് ശേഷം വരുന്ന ഒരു റിസൾട്ടാണിത്. ഇവിടെ നമുക്ക് ലോഡ് ടൈം 6.6 എന്ന് കാണാൻ പറ്റും. അതുപോലെ 2.9 MB നമുക്ക് പേജ് സൈസ് കുറഞ്ഞു. അതുപോലെ റിക്വസ്റ്റ് 129 ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും. അതായത് നേരത്തെ ഉള്ളത് 10 ലോഡ് ടൈം 6.6 ഇവിടെ നമുക്ക് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. സോ നമ്മുടെ പേജിൻ്റെ സ്പീഡ് ഇനി അത്രയും കൂടെ കൂടും. ഇനി ഇതിനെന്താണ് ഇഷ്യൂസ് എന്ന് ഇനിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് കണ്ടൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ അല്ലെങ്കിൽ ഹോസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂടാത്തത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇതിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്ത് ഇതിൻ്റെ കൂടുതൽ പെർഫോമൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു WP ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നതും അതിൻ്റെ ഇമേജ് കംപ്രസ് ചെയ്യുന്നതും അതിൻ്റെ ക്യാഷ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതും. ഇനി നമുക്ക് CSS ജാവാസ്ക്രിപ്റ്റ് ഒക്കെ മിനിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.